പലരിലും ഈ ഫുഡ് അലർജി എന്ന് പറഞ്ഞൊരു സംഭവം കാണുന്നുണ്ട്. ബീഫിനോട് അലർജിയുണ്ട്, പീനട്ടിനോട് അലർജിയുണ്ട്, കടലയോട് അലർജിയുണ്ട്, ടൊമാറ്റോയോടും ചെമ്മീനോടും ഒക്കെ അലർജിയുള്ള ഒത്തിരി പേര് ഞാൻ കാണുന്നുണ്ട്. ഇവര് ഒരു നീണ്ട ലിസ്റ്റ് ഓഫ് അലർജിക് ടെസ്റ്റ് തന്നെ കൊണ്ടുവന്നിട്ട് പറയും, ഡോക്ടറെ എനിക്ക് ഇന്ന അലർജി ഉണ്ട്, ഇന്ന ഫുഡ് ഐറ്റംസിനോട് എനിക്ക് അലർജി ഉണ്ട്, ഇത് കഴിക്കാൻ പാടില്ലാത്തതല്ലേ, ഇതിനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഇത് അവോയ്ഡ് ചെയ്യേണ്ടതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് ലൈഫ് ലോങ് ഉള്ള സംഭവം ആയിരിക്കില്ല. ഇതൊരു റിജിഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഇതിൻ്റെ റൂട്ട് കോസിലേക്ക് പോകുമ്പോൾ ഒരു ഫുഡ് അലർജി, ഒരു ഫുഡ് ഇൻടോളറൻസിൻ്റെ ഒരു ബേസിക് റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ ശരീരത്തിൽ അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് ഹോർമോൺ. ഈ സ്ട്രെസ് ഹോർമോൺസ് അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ശരീരത്തിൽ ബോഡിയുടെ ടോളറൻസ് കപ്പാസിറ്റി വളരെ വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് കോർട്ടിസോൾ ആയിരിക്കാം, ചിലപ്പോൾ സെറട്ടോണിൻ വരെ നിങ്ങൾക്ക് ഈ ഫുഡ് ഇൻടോളറൻസിലേക്ക് എത്തിച്ചേക്കാം എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്തെ ഭാഗത്ത് നോക്കുമ്പോൾ മെയിനായിട്ട് ഗട്ട് ഹെൽത്ത് തന്നെയാണ്. അവിടെ ചില ബാക്ടീരിയാസിൻ്റെ, ചില തരത്തിലുള്ള പെത്തജനിക് ബാക്ടീരിയാസിൻ്റെ ടോക്സിസിറ്റി എന്ന് പറയും. ലിപ്പോപോളിസാക്കറൈഡ്സ് പോലുള്ള മോളിക്യൂൾസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ടോക്സിൻസ്, ബാക്ടീരിയൽ ടോക്സിൻസ്, എൻഡോടോക്സിൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ എൻഡോടോക്സിൻസ് നമ്മുടെ ഗട്ടിൻ്റെ ലൈനിങ് അതിങ്ങനെ ടൈറ്റായിട്ടിരിക്കുകയാണെങ്കിൽ അത് മെല്ലെ അത് ലീക്കാവും. ലീക്കി ഗട്ട് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വരും. ലീക്കി ഗട്ട് വരുമ്പോൾ ഈ ലൈനിങ്സ് ഡിസ്ട്രോയ് ആവുന്നു. അതിൻ്റെ ആ വാൾ ഡിസ്ട്രോയ് ആവുന്ന സമയത്ത് പലപ്പോഴും അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസ് ഗട്ട് ലൈനിങ്ങിനെ ലീക്ക് ചെയ്തതിന് ശേഷം നേരെ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തുകയും ഇതൊരു ഇമ്മ്യൂൺ റെസ്പോൺസിലേക്ക് ട്രിഗർ ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഫുഡ് അലർജി അഥവാ ഫുഡ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് ആജീവനാന്തം സഹിക്കേണ്ട ഒന്നല്ല. അത് ഗട്ട് റീസെറ്റ് ചെയ്ത് തന്നെ കറക്റ്റ് ചെയ്യുക.